നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 ജൂൺ 12 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് കൗൺസിലിംഗ് തടയില്ലെന്ന് സുപ്രീം കോടതി. കേന്ദ്രത്തിനും NTA-യ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജോസ ചോയ്സ് ഫില്ലിംഗ് ഈ മാസം 18 വരെ. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ എല്ലാ പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്: നീറ്റ് വിവാദം, കേന്ദ്രത്തിനും NTA-യ്ക്കും സുപ്രീം കോടതി നോട്ടീസ്. പവിത്രതയെ ബാധിച്ചു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള നീറ്റ് UGയുടെ ചോദ്യപേപ്പർ ചോർച്ച പ്രവേശന പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർച്ച അത്ര ലളിതമല്ലെന്നും മറുപടി ആവശ്യമാണെന്നും പരമോന്നത കോടതി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഏറ്റവും പ്രധാന മത്സര പരീക്ഷകളിലൊന്നായ നീറ്റിന്റെ ഫലം റദ്ദാക്കണമെന്ന ഹർജിയിൽ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും, അതായത് NTA-യ്ക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. എന്നാൽ MBBS അടക്കമുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇതേ വാർത്തയാണ് മിക്കവാറും എല്ലാ പത്രങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജിൽ നീറ്റിന് സ്റ്റേ ഇല്ല, വിവാദം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് കോടതി. ഇനി മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്: IIT NIT പ്രവേശനം, ജോസ ചോയ്സ് ഫില്ലിംഗ് 18 വരെ. പാലക്കാട് ഉൾപ്പെടെ 23 IIT-കൾ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള 31 NIT-കൾ, പാലായ് ഉൾപ്പെടെയുള്ള 26 IIIT-കൾ, ശിവപൂർ IIEST എന്നിവയടക്കം 121 മികച്ച സ്ഥാപനങ്ങളിലെ വിവിധ പ്രോഗ്രാമുകളിലെ 2024-25 വർഷത്തെ പ്രവേശനത്തിന്, രജിസ്ട്രേഷന്, ചോയ്സ് ഫില്ലിങ്ങിന് ഇവയെല്ലാം സീറ്റുകൾ അലോട്ട് ചെയ്യുന്നതിനും ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിക്കാണ് ചുമതല. josa.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് പ്രോസസ്സിംഗ് നടക്കുക. 6 റൗണ്ട് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. IIT പ്രവേശനത്തിന് 5 റൗണ്ടുകൾ മാത്രം. ജൂലൈ 26 വരെ ജോസ പ്രക്രിയ തുടരും. JEE മെയിനിൽ യോഗ്യത നേടിയവർക്കും IIT-കൾ ഒഴികെയുള്ള 98 സ്ഥാപനങ്ങളിലേക്ക് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാം. ഇതേപ്പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ് തുടങ്ങിയ പ്രത്യേക പ്രോസസ്സിങ്ങിൻ്റെ വിശദീകരണങ്ങൾ. IIT അല്ലാത്ത സ്ഥാപനത്തിൽ നിന്ന് IIT-യിലേക്ക് പ്രവേശനത്തിനുള്ള പ്രോസസ്സിംഗ് തുടങ്ങി വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം ഈ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നേരിട്ട് ഹാജരാകാനായിട്ട് ചെയ്യേണ്ട നടപടികൾ, റാങ്ക് ലിസ്റ്റിൽ പെടാത്തവർ ചെയ്യേണ്ട കാര്യങ്ങൾ, കൂടാതെ ജോസ 2024 സമയക്രമം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ചാർട്ടും ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ജൂൺ 10 വൈകിട്ട് 5 മണി മുതൽ രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് തുടങ്ങുന്നത് മുതൽ ജൂൺ 27 വൈകിട്ട് 5 മണി വരെയുള്ള വിവിധ പ്രോസസ്സിങ്ങൾ, ഓരോ ദിവസത്തെയും പ്രോസസ്സിങ്, അതിൻ്റെ പ്രത്യേകതകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്ത പറയുന്നു: ബിടെക് AI ഡാറ്റാ സയൻസ് ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി. പരിഷ്കരിച്ച ബിടെക് പാഠ്യപദ്ധതി ഈ വർഷം മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. റോബോട്ടിക്സ്, IoT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുടെ വരവോടെ വലിയ സാധ്യതകളാണ് എഞ്ചിനീയറിംഗ് രംഗത്തുണ്ടാകുന്നത്. ഇത് മുന്നിൽ കണ്ടാണ് സാങ്കേതിക സർവകലാശാല ബിടെക് പാഠ്യപദ്ധതിയുടെ സമഗ്ര പരിഷ്കരണമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.